കുവൈറ്റിൽ ഗതാഗത നിയമലംഘകർക്കുള്ള പിഴ കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ ജയിൽ ശിക്ഷയും കനത്ത പിഴയും നേരിടേണ്ടി വരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കുടിശ്ശിക വരുത്തുന്നവരുടെ കേസുകൾ നേരിട്ട് ട്രാഫിക് കോടതിയിലേക്ക് കൈമാറും. നിയമലംഘനത്തിന്റെ തീവ്രതയനുസരിച്ച് തടവ് ശിക്ഷയോ ഉയർന്ന തുക പിഴയോ മറ്റ് ഭരണപരമായ നടപടികളോ വിധിക്കാൻ കോടതിക്ക് അധികാരമുണ്ടാകും. സഹൽ ആപ്ലിക്കേഷൻ വഴിയോ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ഡിജിറ്റലായി എളുപ്പത്തിൽ പിഴകൾ അടച്ചു തീർക്കാവുന്നതാണ്. രാജ്യത്ത് ഗതാഗത സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വ്യാപക പരിശോധനകളാണ് നിലവിൽ നടന്നുവരുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ മാത്രം 30,000-ലേറെ നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും നിരവധി ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്ത് വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ഡ്രൈവർമാർ കുടിശ്ശികയുള്ള ട്രാഫിക് പിഴകൾ എത്രയും വേഗം തീർപ്പാക്കണമെന്ന് അധികൃതർ ആഹ്വാനം ചെയ്തു. ഇടക്കാല സമാധാന കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ അമേരിക്കയ്ക്ക് ഏതാനും ആഴ്ചകളുടെ അന്ത്യശാസനം നൽകി ഇറാൻ. ഈ സമയപരിധിക്കുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ പ്രതിരോധ നിലപാടിൽ നിന്ന് പൂർണ്ണമായും ആക്രമണ ശൈലിയിലേക്ക് മാറുമെന്നും US നാവിക ഉപരോധം തകർക്കാൻ കൃത്യമായ സൈനിക തിരിച്ചടി നൽകുമെന്നും ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകി. സമാധാന ചർച്ചകളിലെ മന്ദഗതിയിൽ അതൃപ്തി അറിയിച്ച മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് ആണ് വാർത്ത പുറത്തുവിട്ടത്. US നാവിക ഉപരോധം അവസാനിപ്പിക്കുക, മരവിപ്പിച്ച ആസ്തികൾ പൂർണ്ണമായി വിട്ടുനൽകുക, ഹോർമൂസ് കടലെടുക്ക് ഗതാഗതത്തിന് തുറന്നു നൽകുക, $300 ബില്യൺ പുനർനിർമ്മാണ ഫണ്ട് ലഭ്യമാക്കുക എന്നിവയാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങൾ. മുൻപ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയ താൽക്കാലിക സമാധാന ചട്ടക്കൂട് നടപ്പിലാക്കുന്നതിൽ അമേരിക്ക കാണിക്കുന്ന വൈകൽ കാരണം നയതന്ത്ര വഴിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണ് ഇറാന്റെ ഈ കർശന നീക്കത്തിന് കാരണം. സൗദി അറേബ്യയിൽ കടുത്ത വേനൽക്കാലത്തിന് വിരാമമിട്ട് സെപ്റ്റംബർ 1 മുതൽ ശരത്കാലം ആരംഭിക്കുന്നു. നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി വക്താവ് ഹുസൈൻ അൽ ഖഹ്താനിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വേനലിൽ നിന്ന് തണുപ്പുള്ള മാസങ്ങളിലേക്കുള്ള പരിവർത്തനത്തിന്റെ തുടക്കമാണ് ശരത്കാലമെങ്കിലും സെപ്റ്റംബറിൽ പെട്ടെന്നൊരു താപനില കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല. രാജ്യത്ത് ശരാശരി താപനിലയിൽ വർഷത്തിലെ 4ാമത്തെ ഏറ്റവും ചൂടേറിയ മാസവും കേവലം 1.64 മില്ലിമീറ്റർ മാത്രം മഴ രേഖപ്പെടുത്തുന്ന ഏറ്റവും വരണ്ട കാലയളവുമാണ് സെപ്റ്റംബർ മധ്യത്തോടെ അന്തരീക്ഷ മർദ്ദത്തിലും താപനിലയിലും വ്യതിയാനങ്ങൾ കണ്ടു തുടങ്ങുമെങ്കിലും ഒക്ടോബറോടെയാകും പൂർണ്ണമായും സുഖകരമായ കാലാവസ്ഥ അനുഭവപ്പെടുക. പരമ്പരാഗത അറബ് കണക്കുകൂട്ടലുകൾ പ്രകാരം ഓഗസ്റ്റ് അവസാനത്തോടെ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന സുഹൈൽ നക്ഷത്രത്തിന്റെ വരവോടെയാണ് ഗൾഫ് മേഖലയിൽ ചൂടിന്റെ കാഠിന്യം കുറഞ്ഞ് കൂടുതൽ തണുപ്പുള്ള സീസണിലേക്ക് അന്തരീക്ഷം മാറുന്നത്. ഒമാൻ എയർ ടിക്കറ്റ് ബുക്കിംഗിൽ പുതിയ നിബന്ധന പ്രാബല്യത്തിൽ വരുത്തി. ഓഗസ്റ്റ് 18 മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ യാത്രക്കാരുടെ വ്യക്തിഗത ഇമെയിൽ വിലാസവും അന്താരാഷ്ട്ര കൺട്രി കോഡ് ഉൾപ്പെടെയുള്ള ഫോൺ നമ്പരും നിർബന്ധമായും നൽകണം. ട്രാവൽ ഏജൻസികളുടെയോ ഇടനിലക്കാരുടെയോ വിവരങ്ങൾ നൽകാൻ അനുവദിക്കില്ല. വിമാനം വൈകൽ, റദ്ദാക്കൽ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രക്കാരിലേക്ക് കൃത്യസമയത്ത് നേരിട്ട് വിവരങ്ങൾ എത്തിക്കാനാണ് ഈ നീക്കം. SMS, വാട്സാപ്പ്, ഇമെയിൽ വഴി ഇനിയും വിവരങ്ങൾ നേരിട്ട് ലഭിക്കും. അതിനിടെ മസ്കറ്റ് കൊച്ചി സർവീസിന്റെ 25ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഒമാൻ എയർ പ്രത്യേക നിരക്കിളവുകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ബിസിനസ് ക്ലാസ് ടിക്കറ്റുകളിൽ 25%, ഇക്കോണമി ക്ലാസ്സിൽ 10% വരെ ഇളവ് ലഭിക്കും. ഒക്ടോബർ 28 വരെ ഒമാൻ എയറിന്റെ വെബ്സൈറ്റിലൂടെയും ആപ്പിലൂടെയും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താം. ദുബായിലെ ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസി തൊഴിലാളികൾക്ക് ഇനി തൊട്ടടുത്ത് കുറഞ്ഞ ചെലവിൽ നിലവാരമുള്ള ഭക്ഷണവും അത്യാവശ്യ സേവനങ്ങളും ലഭ്യമാകും. അനധികൃത വിപണികൾക്കും ഗുണനിലവാരമില്ലാത്ത ഭക്ഷണത്തിനും തടയിടാൻ ദുബായ് മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിയ സംയോജിത സഹകരണ വിപണി പദ്ധതിയാണ് ഈ മാറ്റത്തിന് വഴിയൊരുക്കിയത്. മുഹൈസിന, അൽഖൂസ്, ജബലലി എന്നീ പ്രധാന തൊഴിൽ മേഖലകളിൽ 69,000-ലേറെ ചതുരശ്ര മീറ്ററിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ കേന്ദ്രങ്ങളിൽ 866 സ്റ്റാളുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പച്ചക്കറി, മാംസം, സലൂൺ, തയ്യൽ കടകൾ എന്നിവയ്ക്കൊപ്പം കായിക വിനോദത്തിനും ആരോഗ്യ ബോധവൽക്കരണത്തിനുമുള്ള വിശാലമായ ഇടങ്ങളും ഇവിടെയുണ്ട്. 6 ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിച്ച ഈ സംരംഭം ബ്രിട്ടീഷ് സേഫ്റ്റി കൗൺസിലിന്റെ അന്താരാഷ്ട്ര പുരസ്കാരവും സ്വന്തമാക്കിയിട്ടുണ്ട്. തൊഴിലാളികളുടെ സുരക്ഷയും ജീവിത നിലവാരവും ഉയർത്തി ദുബായിയെ ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമാക്കുകയാണ് ഇതിലൂടെ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.